ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാ ടോക്സ്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ കോളേജ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ ഇങ്ങനെ വെപ്രാളം കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ രാവിലെ തന്നെ എക്സാം ഒക്കെ ആയിരുന്നു ഗായ്സ്, അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഇപ്പം എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സോഷ്യലാണ്, ഒരു ഉച്ച കഴിഞ്ഞിട്ട് സോഷ്യലാണ് നടത്തുന്നത്. അപ്പോൾ അതാണ് ഷംന ഗായ്സ്, ഷംന ഓടി ഓടി പോവാണ്. ഇന്ന് എക്സാം മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല, അതിൻ്റെ സങ്കടമാണ് ഷംനയ്ക്ക്. പക്ഷെ എന്താ കുഴപ്പമൊന്നുമില്ല, ഞാനും അങ്ങനെ തന്നെയാണ് എക്സാം എഴുതി വെച്ചേക്കണത്. അതുകൊണ്ട് ഷംന അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഷംന എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്, ഓക്കെ അല്ലേ? ഇച്ചിരി കഴിയുമ്പോൾ ഷംന ഓണാവും ഗൈസ്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് അകത്തോട്ട് പോകാം ഗൈസ്. ജിൻഡോ സാർ നോക്കണേ ഇല്ല കേട്ടോ, ആറ്റിറ്റ്യൂഡ് കിങ് നോക്കുന്നേ ഇല്ല. ജിൻസപ്പ കണ്ടോ, ഇവർക്കൊക്കെ കുറച്ചെങ്കിലും ഒരു ഹായ് പറയൂ. ഹാപ്പി കെസിയ രണ്ട് ഞാൻ ചുറ്റിച്ചു ക്യാമറ. ഹായ് പറഞ്ഞിട്ട് പിടിച്ചെടുത്ത് ഞാൻ പറയിപ്പിക്കുന്നു. അച്ഛോ ഒരു ഹായ് പറഞ്ഞേ ചെറിയൊക്കെ. എന്നാ പരിപാടി? എന്നെ എടുക്കണേ ഓക്കെ. ഫുഡ് കഴിച്ചോ? ഷംന ചോറ് കൊണ്ടുവരുന്ന കരുതിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ചോറ് എടുത്തില്ല എന്ന്. അതുകൊണ്ട് അവൾ കൊണ്ടുവന്ന 2-3 അപ്പം ഞാൻ തട്ടിക്കയറ്റി. ഗായ്സ്, ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫുഡ് പറഞ്ഞേക്കണേ. ഫുഡെന്ന് പറയാൻ പാകത്തിന് അങ്ങനെ വലിയ സെറ്റപ്പുള്ള ഫുഡൊന്നുമല്ല. എന്തായിരുന്നു ഷംന? ബർഗറോ? സാൻഡ്വിച്ച് ബർഗർ എന്തുപോലത്തെ സംഭവം കണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറൊന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് വിശന്ന് പൊരിഞ്ഞിങ്ങനെ ഇരിക്കണം. പക്ഷേ ഷംനന്ന് 2 അപ്പം കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. കേസിയ 4 ദോശ കൊണ്ടുവന്നു. അതൊക്കെ തിന്നിട്ടിരിക്കുകയാണ്. വിശക്കുന്നുണ്ട് കൈസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഇനി സാൻഡ്വിച്ച് കിട്ടണവരെ ഇനി വായ നോക്കി ഇവിടെ ഇരിക്കണ്ടേ? അതാലോചിക്കുമ്പോഴാണെങ്കിൽ വേറെ എന്തായാലും പറയും ഷംന. കഴിക്കുന്നീ അത് ഞാൻ ഓഫ് ചെയ്യാം. ഹായ് പറയും. ഗൈസ് എന്തേലും പറയൂ. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ് പരിപാടിക്ക്. ഇനി വൈകാതെ തന്നെ പരിപാടി തുടങ്ങുവാണ് നമ്മൾ. അപ്പോൾ ജിൻസപ്പൻ്റെ ഒരു നീണ്ട വെൽക്കം സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് വിളിച്ചു. അറിയത്തില്ല ഇതെങ്ങനെ ഇതില്ലായിരുന്നു, എങ്ങനെ ചെയ്യേണ്ടത് എല്ലാവരും കാര്യം എങ്ങനെയായിരുന്നു. പക്ഷെ ആൻസർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ സംസാരിച്ചിരിക്കുന്ന കൂടുതലായിരുന്നു. പിന്നെ പ്രാക്ടിക്കൽസ് ഒക്കെ വന്നപ്പോഴാണ് എല്ലാവരോടും കൂടി അടുത്ത് പെരുമാറിയത്. ഞങ്ങൾ നല്ലൊരു ക്ലോസ് ബോണ്ടൊക്കെ ആയിട്ട് മുമ്പോട്ട് ആ ഒരു പ്രകടനത്തിനാണ് നമ്മൾ എല്ലാവരോടും വന്നു പോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയത്ത് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയാണ്. കാരണം ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് പറയാനുള്ളത് എന്താ പറയുക, എൻ്റെ ലാസ്റ്റത്തെ എൻ്റെ ലൈഫിലെ ലാസ്റ്റത്തെ കലാലയ ജീവിതമാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ കോളേജ് ലൈഫോ ഒന്നുമില്ല. അത്യാവശ്യം പഠിക്കാനൊക്കെ പഠിച്ച് തീർന്നു. എനിക്ക് കല്യാണം കഴിച്ച് വിടാനൊക്കെയാണ് നമ്മൾ പറയണേ. അതുകൊണ്ട് പഠിക്കാൻ എവിടെ കയറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ഒരു കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറയുകയാണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും ലാസ്റ്റത്തെ ചാൻസ് ആയിരിക്കും. എനിക്ക് നന്ദി പറയാനുള്ള രീതിക്കാണ് ആദ്യം പറയേണ്ട ആൾക്കാരുടെ പ്രിൻസിപ്പളിനാണ്. നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ? ഇവിടെ ഒറ്റ
തോന്നിയത്. 2 വർഷം പെട്ടെന്ന് കടന്നുപോയി. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് തീരുന്നില്ല. ദിവസങ്ങൾക്കപ്പുറം we are now the part of the student community of Nirmala. നമ്മളിവിടെ എല്ലാവർക്കും എല്ലാവരും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിൽ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ആയിട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടുള്ള കോഴ്സാണ്, പക്ഷേ ഇത്ര ടൈറ്റാണെന്ന് ഞാൻ ചുറ്റി വരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ പ്രാക്ടിക്കൽസ് സമയത്ത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ടീച്ചേഴ്സ് സെന്റ് തരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നിർമ്മാസത്തിൽ ആർക്കും സെന്റ് ഓഫ് കൊടുക്കും. എല്ലാവരും എന്നെ കേൾക്കാണല്ലോ അല്ലേ? അതെ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നന്നായിട്ട് മനസ്സിലാക്കി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഷെയർ ചെയ്തത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നിങ്ങളുമായിട്ട് എനിക്ക് അത്രയും പരിചയക്കുറവുണ്ടെങ്കിലും പഠിപ്പിച്ച സാഹചര്യങ്ങൾ കുറവാണ്. പിന്നെ റാണികൃഷ്ണന്റെയും സാറിനെയും കൂടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരും. അങ്ങനെ അവരുമായിട്ട് കമ്പനിയായി അത്യാവശ്യം എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പായി. 2 വർഷം ഒന്നിച്ചായിരുന്നു ഞങ്ങളുടെ കാര്യ സമയത്ത് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചായിരുന്നു. അപ്പോൾ അതൊരു ഐഡിക്കാലായിട്ട് ക്ലാസ്സിൽ കുറച്ചുകൂടെ നമുക്ക് ഇന്ററാക്ഷൻ അപ്പോൾ എക്സ്പീരിയൻസ് ഷെയറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്യാൻഡിൽ ലൈറ്റ്നിങ് ആണ്. ക്യാൻഡിൽ ലൈറ്റ്നിങ് ഇങ്ങനെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ടീച്ചേഴ്സ് അത് കൈമാറി പ്രിൻസിപ്പളിന് കൊടുക്കും. പ്രിൻസിപ്പളാണ് അത് ഓരോ ടീച്ചേഴ്സ് ട്രെയിനീസിന് കൊടുക്കുന്നത് കയ്യിലേക്ക്. ക്യാൻഡിൽ ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടാനും അങ്ങനെ തന്നെ നല്ലൊരു ടീച്ചേഴ്സായി മാറാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നടത്തുന്നത്. ഇത്തിരി കത്തി നിൽക്കുന്ന ഇത്തിരി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. അങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേട്ടും ഫുഡ് വന്നു ഗായ്സ്. ഫ്രൂട്ടിയും പിന്നെ അതേ സാൻഡ്വിച്ചൊക്കെയാണ് ഞങ്ങൾ കഴിക്കണത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷേ സാൻഡ്വിച്ച് കഴിച്ചങ്ങ് വിശപ്പടക്കി. ടീച്ചേഴ്സിന് എല്ലാവരും എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നു കൂട്ടത്തോടുകൂടി ആലോചിച്ചപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഇങ്ങനൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കാം, നമുക്കിടെ ബാച്ചിൻ്റെ പേരൊക്കെ വെച്ചിട്ട്. റാണി ടീച്ചർ ദേ മുഖമൊക്കെ മറിച്ചു ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ക്ലാസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. അതിനുള്ള പരിപാടികളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് നിർമ്മല സദനിലെ എൻ്റെ BEd ഫാമിലി. 2 വർഷത്തെ ഞങ്ങളുടെ എഴുത്തും ടീച്ചിങ് പ്രാക്ടീസും എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നല്ല നല്ല ഓർമ്മകളായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇന്നത്തെ ഈ ദിവസം. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഒപ്പം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാനും ഷംന ഇറങ്ങി. ഷംനേനെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ഷംനേൻ്റെ മിസ് ബേബിയും കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവളുടെ ഒപ്പം അങ്ങ് പോകുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുട്ടി സോഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.